ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാംഗോ കേക്കാണ്. അപ്പോൾ മാങ്ങ വെച്ചിട്ട് മാവ് പോലും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ സോഫ്റ്റാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ മാങ്ങ തന്നെയാണ്. നല്ല പഴുത്ത മാങ്ങ എടുക്കുക. ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മാവിൽ നിന്നുള്ള മാങ്ങയാണ് കേട്ടോ. നല്ല മാങ്ങയാണ്, നല്ല മധുരമുള്ള മാങ്ങയാണ്. അതും അത്യാവശ്യം നല്ല കളറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള മാങ്ങയിൽ നമ്മൾ കേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല കളറുണ്ടാവും കേക്കിന്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും കിട്ടും. അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി എടുത്തിട്ടുള്ള ഒരു 1/4 കപ്പ് റവയാണ്. അപ്പോൾ ഒട്ടും തന്നെ നനവില്ലാത്തൊരു മിക്സിയുടെ ജാറിലോട്ട് നമുക്കിത് മാറ്റി കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. അതായത് നമ്മൾ ഈ പൗഡർ പോലെയൊക്കെ പൊടിച്ചെടുക്കുമെന്ന് അറിയില്ലേ, അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് പൊടിച്ചെടുക്കാം. കാരണം ഇതിൽ ചെറിയ തരിതരിപ്പുണ്ടെങ്കിൽ കേക്കിന് കുറച്ച് കട്ടിയായിപ്പോൾ. അപ്പോൾ ഇതുപോലെ നല്ല പൗഡറാക്കി തന്നെ പൊടിച്ചെടുക്കാം. ചെറിയ തരിതരിപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ടെടുത്താലും മതി. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. മെയിനായിട്ട് ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്ന മാങ്ങ തന്നെയാണ്. അപ്പോൾ 2 മിക്സിയുടെ ജാറിലാണ് ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യണമെന്നില്ല, നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ വലിയ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്താലും മതി. അപ്പോൾ എൻ്റെ ഒരു ചെറുതിൽ പൊടിച്ചാലേ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മളിപ്പോൾ പൊടിച്ച് വെച്ചേക്കുന്ന ആ ഒരു റവയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മധുരത്തിന് വേണ്ടുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, പക്ഷേ 1/2 കപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് ചെറു ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനിയും പാൽ ആവശ്യം വരും. ഇപ്പോൾ ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് സമയം ഇട്ട് അരച്ചെടുക്കരുത്. ആ ഒരു മാങ്ങയൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സായി കിട്ടണം. അപ്പോൾ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി കൺസിസ്റ്റൻസി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ വായിലൊക്കെ വെള്ളം ഊറുന്നുണ്ടാവും അല്ലേ, നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. കാരണം ഈ ഒരു കട്ടിയല്ല നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ബാറ്ററിന് വേണ്ടത്. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് ചെറു ചൂടുള്ള പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ചെറു ചൂടുള്ള പാല് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കേക്കിന് നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ചെറു ചൂടുള്ള പാല് ചേർക്കുമ്പോൾ കേക്കുകൾക്കെല്ലാം പ്രത്യേക ഒരു സോഫ്റ്റ്നെസ് ആയിരിക്കും. ഇനി ഇതിലൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ഉണ്ടല്ലോ, നമ്മൾ വിനാഗിരി, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. വിനാഗിരി ചേർക്കുന്നതുകൊണ്ട് തന്നെ കേക്കിന് അത്യാവശ്യം നല്ല ഹൈറ്റും കിട്ടും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഈ 3 ചേരുവയും നമ്മൾ ബാറ്ററെല്ലാം അത്യാവശ്യം ഒന്ന് മിക്സ് ആയതിന് ശേഷം ലാസ്റ്റ് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കേക്ക് ടിന്നിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ ഈ ഒരു കേക്ക് ടിന്ന് തന്നെ വേണമെന്നില്ല, നമ്മുടെ സാധാരണ സ്റ്റീൽ പാത്രമൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ വേണമെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നട്ട്സോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ഉള്ളതുകൊണ്ട് ചേർക്കുന്നു എന്നേ ഉള്ളൂ. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അടി താഴ്ത്ത് മിക്സ് ചെയ്യരുത്, അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ കടിക്കാനായിട്ട് കിട്ടും. അതുപോലെ തന്നെ പുറത്തും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ കേക്ക് ബേക്കായിട്ട് വന്നാൽ ഈ ഫ്രണ്ടിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് തട്ട് വെച്ച് അടച്ച് വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു അടപ്പ് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു കേക്ക് ടിൻ അതിലോട്ട് ഇറക്കി വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു വേകുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 40-45 മിനിറ്റോളം വരും. അതുമാത്രമല്ല, നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്നേക്കാളും ഒരല്പം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം അത് ഫ്രൂട്ട്സ് ചേർക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം വേവ് ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ ഒരു 40-45 മിനിറ്റ് നമ്മൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ വെക്കുന്ന ഫ്ലെയിമിലാണ്. കാരണം ഒരല്പം, ഒരുപാട് കൂട്ടരുത്, ഒരല്പം മാത്രം കൂട്ടി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു വിനീഗറൊക്കെ നമ്മൾ ലാസ്റ്റ് ചേർത്തുകൊണ്ടാണ് കേക്കിന് ഇത്രയും ഹൈറ്റ് കിട്ടിയത്. അപ്പോൾ തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ തണുത്തതിന് ശേഷമുള്ള ഷോട്ടാണ്. അപ്പം ആ ഒരു ചൂടോട് കൂടിയുമ്പോൾ ഒരല്പം പൊങ്ങിയിരിക്കും. ഇനി അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് താഴും. നല്ല സോഫ്റ്റാണ്. അപ്പോൾ സോഫ്റ്റ് കൂടിയിട്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് അയ്യോ കേക്ക് താഴ്ന്നു പോയല്ലോ, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. ഇത് ചൂടെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം നമുക്ക് ഈ ഒരു ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ മേളിൽ ഐക്കാർഡിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നല്ല
അടിപൊളിയായിട്ടുള്ള കേക്കാണ്. മൈദയോ ഗോതമ്പ് മാവോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. സാധാരണ റവ വെച്ച് ചെയ്തെടുത്ത നല്ല സൂപ്പറായിട്ടുള്ള കേക്കാണ്. തീർച്ചയായിട്ടും ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. എന്തായാലും ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamu alaikum. Assalamu alaikum.